and I'm very happy to be in Sacred Heart College. I'm Nandara B. I'm from Kannur. I have done my +2 in ICMHS Kottayur. Guys, my name is Juma Joseph. I did my schooling in Chavra International Academy and ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ For now the day leads Our college motto, our college vision and mission tell us that it is the development of the integral person, and that is what we aim at. And I hope each and every student here, along with my son, will be able to bring grace, bring laurel to the institution which has nourished them. I may not know when, but these are the moments that ആരിവർ പൂക്കളപ്പോലെ ചിരിച്ചവർ. And I thank the fabulous team which has arranged this fabulous gathering at this early stage. പ്രോഗ്രാം ചെയ്തത് മഴവിൽ മനോരമയുടെ ചാനല് കേരളത്തിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഇവനാണ് അത് പ്രസന്റ് ചെയ്തത്. ഇതിന്റെ ഡ്രംസിലൂടെയാണ് ആദ്യമേ ഇറങ്ങുന്നത് 7ാമത്തെ വയസ്സിൽ. അതില് ഇങ്ങനെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. ഹൈസ്കൂളിലെ പറയായിരുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാനായിരുന്നു താല്പര്യം. നിങ്ങൾക്ക് പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് നയൻതാര? നയൻതാര ഒരു മിടുക്കിയാണ്. നല്ല മാർക്കുണ്ട്. ചെറുപ്പം മുതലേ പുള്ളിക്കാരത്തിക്ക് ഒരു പാഷൻ ആയിരുന്നു ഇങ്ങനെ ടീച്ചർ ആവണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് മെയിൻ BA-യിലേക്ക് തന്നെ വരാൻ കാരണം. ലിയയും ദേവിയൊക്കെ പറഞ്ഞത് നേരെ വിപരീതമാണ് നമ്മുടെ മകള്. അവരുടെ വായിൽ ഇവരുടെ വായിൽ അനേകം നാക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ടീച്ചറൊക്കെ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഇവിടെ ആയിരിക്കും. കാരണം ഒരു സമയത്തും നാക്ക് വായിലിട്ടോണ്ടിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കോളേജിൽ പുള്ളിക്കാരി എന്നെ സെലക്ട് അവരോട് പറഞ്ഞു ഏറ്റവും നല്ല ഫോളോ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇംഗ്ലീഷ് നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നെ ഈ പറയുന്നതിലോ ആ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ്. പൊതുവെ പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അവിടെ മാറും. അവളുടെ അംബിഷൻ സിവിൽ സർവീസ് ട്രൈ ചെയ്യണം എന്നൊക്കെയാണ്. അപ്പം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ സെക്രട്ടറിയായിട്ട് അവള് തന്നെ സെലക്ട് ചെയ്താണ്. ഇപ്പൊ അത്രയും സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരെയും പരിചയപ്പെട്ടപ്പോഴും എല്ലാവരുടെയും സംസാരം കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് മോളെ പറ്റി. അവളെ സെലക്ട് ചെയ്തിരിക്കുന്നത് അവൾക്ക് കറക്റ്റ് അവളുടെ സ്പേസ് അവിടെയാണെന്നുള്ളത് എനിക്കിപ്പം തോന്നുകയാണ്. ഭയങ്കര പഠനേതര വിഷയങ്ങളിൽ ഒക്കെ താല്പര്യമുള്ള ആളാണ്. കണ്ടു വളർന്നാണ്, വായിക്കുക, പിന്നെ ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആണ്. ഹ്യൂമാനിറ്റി ലെവലില് മനുഷ്യപ്പറ്റ നല്ലോണം ഉണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത്യാവശ്യം വായിക്കും, അങ്ങനെ ഒരു ഇഷ്ടം കണ്ടപ്പോ പിന്നെ ലാംഗ്വേജ് ലിറ്ററേച്ചർ തന്നെ ചൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷിലേക്ക് വന്നത്. സ്നേഹം പിടിക്കുക, നന്നായിട്ട് പഠിക്കും. പിന്നെ അവരുടെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് ടീച്ചറെ എടുക്കാൻ കഴിയും. ആളുകൾക്ക് ഇത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. രണ്ടുപേരും വലിയ കുഴപ്പമില്ലാതെ പഠിക്കും. പിന്നെ ഡെൽന പ്രസംഗത്തിന് സംസ്ഥാന തലത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ല. തനിയെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയായ ഒരാളാണ്. വളരെയധികം മെച്യൂരിറ്റി എല്ലാ കാര്യങ്ങളിലും പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. ഇത്രയും 2 കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ തന്നെ ഒരു അധ്യാപകനാവുന്നതിനകത്ത് വളരെയധികം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റു ഫീൽഡിലേക്കൊന്നും പോവാതെ അധ്യാപകനാവാൻ തന്നെ തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്നെ സഹായിച്ച നല്ല അധ്യാപകരെ ഉണ്ട് എന്നുള്ളതാണ്.
നല്ല അധ്യാപകരെ ലോകത്തിന് ആവശ്യമുണ്ടെന്നുള്ള തോന്നലുണ്ടാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ ഗൈഡൻസ് കാരണമാണ് ആ ഒരു ഫസ്റ്റ് എഡിഷൻ ലേക്ക് വ്യൂ നമുക്ക് പുറത്തിറക്കി കൊണ്ടുവരാൻ പറ്റിയത്. അത് ഈ കോപ്പി എഡിറ്റിംഗ് പറഞ്ഞ ഈ കോഴ്സ് പഠിപ്പിച്ച ടൂൾസ് കാരണമാണ്. അതൊക്കെ എനിക്ക് ഈ ജേർണലിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റി. തിയറിയിൽ എന്തൊക്കെ പഠിപ്പിച്ചു തന്നു അതൊക്കെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നു. ഞാനിപ്പം വളരെ ബ്രീഫായിട്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഹൗ ഇസ് കോപ്പി എഡിറ്റിംഗ് ഡിഫറെന്റ് ഫ്രം, വെരി ടെക്നിക്കലി ഡിഫറെന്റ് ഫ്രം പ്യുവർ ലിറ്ററേച്ചർ കോഴ്സ്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മോഡൽ 2 കോപ്പി എഡിറ്റർ എങ്ങനെയാണ് മോഡൽ 1 അല്ലെങ്കിൽ ബാക്കിയുള്ള മോഡൽസിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നത് എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ആകെപ്പാടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെമിസ്റ്റേഴ്സിൽ, ആദ്യത്തെ 4 സെമിസ്റ്റേഴ്സിൽ നമുക്ക് കോംപ്ലിമെന്ററി കോഴ്സസ് ഉണ്ടാവും, 4 കോംപ്ലിമെന്ററി കോഴ്സസ് ഉണ്ടാവും. അതിന് പകരം ഒരു കോപ്പി എഡിറ്റർ കോഴ്സ്, ഒരു വൊക്കേഷണൽ നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ഡിഫറൻസ്. അതുകൊണ്ട് നമുക്കൊരു ഞാൻ MA-ക്ക് FLU ചേർന്നപ്പോൾ ഐ വാസ് വെരി ആപ്രിഹെൻസീവ്. ഇപ്പോൾ കാരണം അവിടെ എൻ്റെ കൂടെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് സെയിന്റ് സ്റ്റീഫൻസിന്നും ലേഡി ശ്രീറാം കോളേജിൽ നിന്നും ഒക്കെ ഉള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. ആൻഡ് ഐ ഡിഡ്ന്റ് നോ വെദർ ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു കോമ്പീറ്റ് വിത്ത് ദം. പക്ഷേ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൾച്ചറൽ സ്റ്റഡീസിലാണ് സ്പെഷ്യലൈസ് ചെയ്ത് മാസ്റ്റേഴ്സ് ചെയ്തത്. എൻ്റെ MA കഴിഞ്ഞപ്പോഴേക്കും ഐ വാസ് ദ ടോപ്പർ ഓഫ് ദ കൾച്ചറൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അതിന് കാരണം എൻ്റെ കഴിവ് മാത്രമല്ല, BA-ക്ക് എനിക്ക് നല്ലൊരു സോളിഡ് ഫൗണ്ടേഷൻ SH-ൽ എനിക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇത്. സോ സാബുഷൻ പറഞ്ഞ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ സെഷൻസ് കണ്ടിന്യൂ ചെയ്യാനേ പറയുന്നുള്ളൂ. കാരണം ലൈക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയ അലുമിനൈസിന്റെ സക്സസ് കാണുമ്പോൾ അത് നമുക്കൊരു എൻകറേജ്മെന്റ് ആണ് ഇനി ഫർദർ പഠിക്കുവാനും അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. So what I'm trying to say is this. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് വീണ്ടും I shifted from popular film to documentary films. So I could do a lot of research on it, and it is coming out as a book from Bloomsbury, New York. So what I'm trying to So today I'm going to speak about the copy editing papers that you have to study. So many students have got certain doubts regarding this particular program. Okay. So when you hear the very name of the course as BA English copy editor, many tend to think that this is not a literature course. Okay. But this is a literature course. The only difference is that the subsidiary papers that you choose makes the difference between a traditional literature course and then the copy editor course, because the actual കോപ്പി എഡിറ്റർ എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി നിങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു എലമെൻ്റാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം. ICT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്ത് നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്ററുകളായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. Believe me, luck is what happens when preparation meets opportunity. ഒരാളും ലക്ക് കൊണ്ട് ഒരു നല്ല കോളേജിൽ എത്തുന്നില്ല, ഒരാളും ലക്ക് കൊണ്ട് ഒരു കളക്ടർ ആകുന്നില്ല, ഒരാളും ഒരു ലക്ക് കൊണ്ട് ഒരു ഡോക്ടർ ആകുന്നില്ല, ഒരാളും ഒരു ലക്ക് കൊണ്ട് ഒരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുന്നില്ല. when preparation meets opportunity. ഇതാണെങ്കിൽ ആ ഫിഷിന് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാം, ആളുടെ ലൈഫ് ഫേസ് ചെയ്യാം, റിസ്ക് എടുക്കാം ആൻഡ് ലിവ് ഹാപ്പി. അങ്ങനെ അവസാനം മെയിൻ എക്സാം വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരിക്കലും ജയിക്കില്ല എന്നൊക്കെ ഓർത്ത് എനിക്ക് ഒട്ടും പറ്റണില്ല. എനിക്ക് പഠിച്ചത് അടുത്ത ദിവസം തന്നെ ഞാൻ മറന്നു പോണേ. ഒരു സെഷൻ എന്ന് പറഞ്ഞാ ആദ്യം ഞാൻ വിചാരിച്ചു വെറുതെ കേട്ടിരിക്കാമെന്ന്. പക്ഷെ അതിനും അപ്പുറം നമ്മുടെ ഗോൾ എന്താണോ അതിലേക്ക് എത്തിച്ചേരാമെന്ന് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സെഷൻ ആയിരുന്നു ഇത്. ഞാനൊരു ഇൻട്രോവേർട്ടഡ് കിഡാണ്. ഞാൻ അങ്ങനെ ആരോടും അധികം സംസാരിക്കാറില്ലാത്ത ഒരാളാണ്. എനിക്ക് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയണമെന്നൊരു ധൈര്യം ഇതിൽ നിന്നുണ്ടായി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. And I am supposed to talk to you about literature.
And let me begin with the critical times that we are living at this particular moment. I am speaking about the kind of pandemic and lockdown and all these things. Now, what I find in this particular situation is that whatever positive has become negative, and whatever negative has become positive. When you say we are not going for information, we won't give you just information. I'm sure we will give you insight towards a kind of stronger formation of your character to make you happy people and being good in being happy. Thank you for spending time with us. And I'd also like to thank the department for a great 1 week, because we had everything, and even I had, I was apprehensive about how things would be after joining the course, and this 1 week has been a great help. It has eased my doubts.